അങ്ങനെ എമിറേറ്റ്സ് എനിക്ക് ആ സുവർണ അവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. എന്താന്നല്ലേ, ദുബായിയുടെ മണ്ണിൽ കാലുകുത്താൻ ഒരവസരം. കൊച്ചിയിൽ നിന്ന് വിമാനം കയറി ലണ്ടനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് എനിക്ക് ഈ സുവർണ അവസരം ലഭിച്ചത്. എങ്ങനെയാണെന്നല്ലേ, വീഡിയോ മൊത്തത്തിൽ കണ്ടു കേട്ടോ. അങ്ങനെ എമിറേറ്റ്സ് എനിക്ക് കോപ്ത്രോൺ എയർപോർട്ട് ഹോട്ടലിലാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ദുബായിയുടെ മണ്ണിൽ കാലുകുത്താൻ അവസരമൊരുക്കിയ എമിറേറ്റ്സിനുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി നന്ദി നന്ദി. എമിറേറ്റ്സിൻ്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ഹോട്ടലിലോട്ടും ഹോട്ടലിൽ നിന്നും. സിംഗിൾ അക്കോമഡേഷൻ എന്നും പറഞ്ഞ് എമിറേറ്റ്സ് ഒരുക്കിയിരിക്കുന്നതേ വിജനംബിച്ചൊരു ഹോട്ടലിലൊരു മുറിയാണ്. കുറേ നേരമായി ഞാൻ 207 തൊട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ജേർണി. 26 മണിക്കൂർ ഫ്ലൈറ്റ്, 14 മണിക്കൂർ ലേ ഓവർ. എന്ത് നോക്കിയാൽ ഞാൻ ടിക്കറ്റ് എടുത്തതെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ഒരു അബദ്ധത്തിൽ പറ്റിയതാണ്. ആ അബദ്ധം എനിക്കിപ്പോൾ ഒരു ലക്കായി മാറിയിരിക്കുകയാണ്. അങ്ങനെ 207 കണ്ടുപിടിച്ചു കേട്ടോ. ഇനി നമുക്ക് കാർഡ് ടാപ്പ് ചെയ്ത് അകത്തോട്ട് കയറാം. എന്നിട്ട് മുറി എങ്ങനെ ഇട്ടാൽ നോക്കാം, എന്നിട്ട് ബാക്കി കഥ പറയാം കേട്ടോ. എൻ്റെ കിളി പോയതല്ല, ഞാൻ മുറിയുടെ വിശാലത കണ്ട് ചിരിച്ചതാണ്. ഹായ് ദുബായ്, അങ്ങനെ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കണ്ടത് അതിവിശാലമായ ഒരു മുറിയുടെ വലുപ്പമുള്ള ടോയ്ലറ്റാണ്. ഇത്രയൊന്നും വേണ്ടായിരുന്നു ഒരു സിംഗിൾ അക്കോമഡേഷന്. അല്ല, അപ്പം എൻ്റെ അടുത്ത സംശയം, ഈ സിംഗിൾ അക്കോമഡേഷൻ എന്തിനാ 2 ബെഡ്? അത് രണ്ടും കൂടെ അടുപ്പിച്ചിട്ടായിരുന്നേലും എനിക്ക് വിശാലമായി കിടക്കാമായിരുന്നു. ഇത് 2 സിംഗിൾ ബെഡാണ്, ഒരു ടേബിളുണ്ട്, TV ഉണ്ട്. പിന്നെ ആ കർട്ടൻ മാറ്റിയാൽ ദുബായിയുടെ ഭംഗി കാണാം എന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് വളരെ ഡ്രമാറ്റിക് ആയിട്ട് കർട്ടൻ മാറ്റുന്നത്. പക്ഷേ കുറച്ച് ഫ്ലാറ്റുകളല്ലാതെ അവിടെ വേറൊന്നും കാണാനില്ല ഗൈസ്. നാട്ടിൽ നിന്ന് വരുന്നതിന് 2-3 ദിവസം മുമ്പാണ് ഞാൻ അറിയുന്നത് എൻ്റെ ടിക്കറ്റിൽ ഇത്രയും വലിയൊരു ലേ ഓവർ ഉണ്ടെന്ന്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് 8 മണിക്കൂർ കൂടുതലുള്ള ലേ ഓവറിനൊക്കെ അക്കോമഡേഷൻ കിട്ടുമായിരുന്നു. അങ്ങനെ എമിറേറ്റ്സിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരെനിക്ക് അക്കോമഡേഷൻ മാത്രമല്ല, ദുബായിൽ ഇറങ്ങാൻ 2 ആഴ്ചത്തെ വിസയും ഫ്രീ ആയി തന്നു. അങ്ങനെ ദുബായിയുടെ മണ്ണിൽ കാലുകുത്തി. ഞാൻ ദുബായ് കറങ്ങാനോ എടുക്കാനോ ഒന്നും പോയില്ല. കാരണം നാട്ടിൽ നിന്ന് ഞാൻ ഫുഡ് പോയ്സൺ അടിച്ചിട്ടാണ് 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷമാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. വന്നു കിടന്നു. അവിടെ 2 നേരം നമുക്ക് കോംപ്ലിമെൻ്ററി മീൽസ് ഉണ്ടായിരുന്നു, അതുപോലും കഴിച്ചില്ല ഞാൻ ദുബായിൽ വന്നിറങ്ങി സുഖമായി ഉറങ്ങി എൻ്റെ ക്ഷീണം മാറ്റി. അതുകൊണ്ട് ദുബായ് കാണാൻ ഇനി ഒരു വരവൂടെ വരേണ്ടി വരും. അങ്ങനെ എമിറേറ്റ്സ് എനിക്ക് ആ സുവർണ അവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. എന്താന്നല്ലേ, ദുബായിയുടെ മണ്ണിൽ കാലുകുത്താൻ ഒരവസരം. കൊച്ചിയിൽ നിന്ന് വിമാനം കയറി ലണ്ടനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് എനിക്ക് ഈ സുവർണ അവസരം ലഭിച്ചത്. എങ്ങനെയാണെന്നല്ലേ, വീഡിയോ മൊത്തത്തിൽ കണ്ടു കേട്ടോ. അങ്ങനെ എമിറേറ്റ്സ് എനിക്ക് കോപ്ത്രോൺ എയർപോർട്ട് ഹോട്ടലിലാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു.